ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു കേക്കാണ്. ഒരു സാധാരണ കേക്ക്. അതിൻ്റെ പേര് പറഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് കേക്ക് എന്ന് പറയാം. ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. പഞ്ചസാര അപ്പം ഇടണ്ട, പക്ഷെ ഓർത്തോളം 3 പഞ്ചസാരയെങ്കിലും കണ്ടൻസ്ഡ് മിൽക്കിലുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉള്ളതാണ് കണ്ടൻസ്ഡ് മിൽക്ക്, അതുകൊണ്ട് അത് ചേർക്കേണ്ടത് ഇല്ല. അപ്പം ആദ്യം വേണ്ടത് 3 മുട്ടയാണ്. നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. 1, 2, 3. 3 മുട്ട എന്ന് പറഞ്ഞാൽ അത് 150 ഗ്രാം ഉണ്ട്. ഏകദേശം ഒരു മുട്ട 50 ഗ്രാം വരും. അപ്പോൾ മുട്ട 150 ഗ്രാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം, ശകലം, 1/4 ടീസ്പൂൺ അല്ലെ 2 നുള്ളു മതി. ഇത് മതി. ഇനി വേണ്ടത് ഇത് നല്ലപോലെ അടിച്ച് കലക്കണം. മുട്ട നല്ലപോലെ കലങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ടിൻ, അതേപടി ടിന്നില്ല കേട്ടോ, ബാക്കി അകത്തുള്ളതെല്ലാം ഒരു 380 ഗ്രാം ഉണ്ട്. ഇത് എല്ലാ കണ്ടൻസ്ഡ് മിൽക്കും ഒരു ടിന്നൊഴിച്ചാൽ 380 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. മുഴുവൻ എടുക്കണം, സ്ക്രേപ്പ് ചെയ്ത്. ഇനി ഇതൊന്ന് ചെറിയ സ്പീഡിൽ അടിക്കുക, നല്ലപോലെ കലങ്ങണം. അതിനു വേണ്ടി ഇനി നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കണം. മോൾട്ടൺ ബട്ടർ, ഇത് 2 കപ്പ്, അതല്ലെങ്കിൽ ഇതും 150 ഗ്രാം. അപ്പോൾ മുട്ട 150 ഗ്രാം, ഉരുക്കിയ വെണ്ണയും 150 ഗ്രാം. ഇതൊന്ന് പതുക്കെ അടിക്കാം. ഞാൻ ബൗൾ റെഡിയാക്കുന്നത് ഇങ്ങനെയാണ്. പേപ്പറില്ല, ഓയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം സ്വല്പം നെയ്യ് അങ്ങ് നല്ലപോലെ പുരട്ടി സൈഡിലും ഒക്കെ. അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് മൈദ കുടഞ്ഞിട്ട് ഇങ്ങനെ തട്ടി അതെല്ലായിടത്തോട്ടും ആക്കും. അപ്പോൾ നമുക്കൊരു കോട്ടിങ് ആകും. ഇതാണ് നമ്മുടെ പാത്രം. അടുത്ത ഊഴം മാവിൻ്റേതാണ്, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ. ഇത് 200 ഗ്രാം ഞാൻ തൂക്കി നോക്കി, അളന്നു നോക്കി. 1 കപ്പും പിന്നെ 3/2 കപ്പും എടുത്തപ്പോൾ 200 ഗ്രാം ഉണ്ട്. 200 ഗ്രാം വേണം ഇത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒരു 3 പ്രാവശ്യം അങ്ങ് അരിച്ചു വെച്ചു. അപ്പോൾ ഇത് ഇപ്പം അരിക്കണ്ട, അരിപ്പയിലിട്ട് ഞാൻ അരിച്ചതാണ് ഓൾറെഡി. 2 പേപ്പർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അരിച്ചെടുത്തു. ഇത് കുറേശ്ശെ ബലം കൊടുക്കരുത്, അടിക്കരുത്. മാവ് ഇടുമ്പോൾ നമ്മൾ ബീറ്ററൊന്നും പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചായിട്ട് ഇങ്ങോട്ട് ഇടാം. ചേർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും തമ്മിൽ, കട്ടയൊന്നും ഇല്ലാതെ ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കത് ഇടാം. ഞാൻ ആട്ടുകല്ല് വരെ കേക്ക് ഇട്ടിട്ടുണ്ടോ, ഈ ഗ്രൈൻഡറൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് ആട്ടുകല്ലിൽ അരച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ തന്നെത്താനെ. അടുത്ത ഊഴം, അടുത്ത ലോട്ടിൻ്റെ. ഇപ്പം എല്ലാമായി. ഞാൻ ഒട്ടും ബലം കൊടുക്കുന്നില്ല കേട്ടോ. ബലം കൊടുക്കാൻ എൻ്റെ കൈക്ക് വയ്യ തന്നെ. കണ്ടോ, ഇതാണ് കേക്ക് മിക്സ്. ഒരേ ഡയറക്ഷനിൽ ഇതിങ്ങനെ മിക്സ് ചെയ്യാവൂ. ഇനി വേണ്ടത് നാരങ്ങ നീരാണ്, ഫ്രഷ് നാരങ്ങ നീര്. 1 നാരങ്ങയുടെ നീരോ ഞാൻ ചേർത്തുള്ളൂ, ശകലം കൂടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് കേക്കിൻ്റെ ഒരു മണം വരണമെങ്കിൽ ഒരല്പം വാനില എസൻസ് തന്നെ ഒഴിക്കണം. ഒഴിച്ചു. ഇപ്പം എല്ലാമായി. നമ്മുടെ മാവ് നല്ല റെഡിയായി. ഇനി നമുക്കിത് നേരത്തെ തന്നെ ലൈനിങ് പിടിപ്പിച്ച, പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നെയ്യ് പുരട്ടിയിട്ട് മൈദ ഇട്ട് തട്ടി ഒരു ആർട്ടിഫിഷ്യൽ കോട്ടിങ് നമ്മൾ ഉണ്ടാക്കും.
എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഈ മാവ് ഒഴിക്കാൻ പോകുന്നത്. നോക്കൂ, ഇത്രയും മതി. എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കളയാനാണ് ഈ തട്ടി തട്ടി എടുക്കുന്നത്. ഇത് ചെറിയ ഈ നീളൻ പാത്രത്തിലെടുത്താൽ, ആഴം കൂടിയ പാത്രത്തിലെടുത്താൽ ചിലപ്പം ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യും. അത് ഒഴിവാക്കാനാണ് ഞാൻ ഈ വട്ടപാത്രം തന്നെ എടുക്കുന്നത്. ഇനി നമുക്ക് ചൂടാക്കിയിട്ടിരിക്കുന്ന ഒരു 3-3.5 അതായത് 180യുടെ അടുത്ത്, കൃത്യം പറയാൻ പറ്റാത്തത് എൻ്റെ ഓവനിലുള്ളത് ഈ 1, 2, 3, 4, 5, 6 എന്ന് വരെയാണ്. അപ്പോൾ അതിൽ എനിക്ക് കൃത്യം ടെമ്പറേച്ചർ പറയാൻ പറ്റില്ല. വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ അനക്കുന്നതിൻ്റെ വ്യത്യാസമൊക്കെ കൊണ്ട് ടെമ്പറേച്ചർ അല്പം മാറാം. എന്നാലും ഒരു 4 അതിൻ്റെ അടുക്കൽ ഞാൻ വയ്ക്കും. ഇനി ഇത് 180 ഡിഗ്രീസ് 20-25 മിനിറ്റ്സ് വേകാനുണ്ട്. അതിന് വേകാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഓൾറെഡി നമ്മൾ ചൂടാക്കി ഇട്ടിരിക്കുന്ന ഓവനുമാണ്. ഇത് നോക്കൂ, കൃത്യം 30 മിനിറ്റ് നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ബാക്കി സൈഡുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കേക്ക് ടെസ്റ്റർ കംസ് ഔട്ട് ക്ലീൻ. ഞാൻ നോക്കുന്നില്ല, എന്നാന്ന് വെച്ചാൽ ഇത് വെന്ത് കാണും, എനിക്കറിയാം. ഇത് നമുക്ക് തൽക്കാലം ചൂടുണ്ടെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിക്കാം. പാത്രത്തിന് ചൂടുണ്ട്. ഈ പാത്രം ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇതാ നോക്കൂ, ഒരല്പം പോലും ഒരിടത്തും പിടിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ബ്രൗണാണ് അടിഭാഗം, മുകൾ ഭാഗവും ബ്രൗണാണ്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത കേക്കല്ലേ ഇത്, അതുകൊണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതാ നോക്കൂ എത്ര സോഫ്റ്റാണെന്ന് കണ്ടോ. ഇതാണ് കണ്ടൻസ്ഡ് മിൽക്ക് കേക്ക്. ആർക്ക് വേണേലും ഉണ്ടാക്കാം. അപ്പോൾ ക്രിസ്മസിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു കേക്ക് ഇതും ആക്കാം. എന്താ, ചെയ്തു നോക്കുക, സന്തോഷിക്കുക. നന്ദി, നമസ്കാരം എല്ലാവരോടും.